ദൈവനാമം വാഴ്ത്തപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയാൽ സംഖ്യാപുസ്തകം എന്ന വിഷയത്തിൻ്റെ 9ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാൻ ദൈവമേ സഹായിച്ച് ഓർത്തി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം കൊണ്ടുവരിടയായി തീർന്നല്ലോ. നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ സഹായകരമായിരുന്നു. തുടർന്നും ശുശ്രൂഷ കൊടുത്ത് പ്രാർത്ഥിപ്പാൻ ഓർമ്മിപ്പിക്കുകയാണ്. നാം ഇന്ന് 23-ാം അധ്യായമാണ് വായിച്ചു തുടങ്ങുന്നത്. 23-ാം അധ്യായം നമുക്കറിയാം. 22-ന്റെ 2 മുതൽ 25-ന്റെ 18 വരെ ബിലിയാമിൻ്റെ കാര്യങ്ങളാണ്. ബിലിയാമിനെ ബാലാക്ക് വിളിക്കുന്നത്, ബിലിയാം കടന്നു പോകുന്നത്, ബിലിയാം അവിടെ ചെന്ന ജനത്തെ ഉള്ള ബന്ധമുള്ള ഇടപെടലുകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് 23-ാം അധ്യായം 1-ാം ഭാഗം തുടങ്ങാം. അനന്തരം ബിലിയാം ബാലാക്കിനോട്, ഇവിടെ എനിക്ക് 7 യാഗപീഠം പണിത് 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും ഒരുക്കി നിർത്തുക എന്ന് പറഞ്ഞു. ബിലിയാം പറഞ്ഞതുപോലെ ബാലാക്ക് ചെയ്തു. ബാലാക്കും ബിലിയാമും ഓരോ പീഠത്തിന്മേലും ഓരോ കാളയെയും ഓരോ ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. പിന്നെ ബിലിയാം ബാലാക്കിനോട്, നിന്റെ ഹോമയാഗത്തിൻ്റെ അടുക്കൽ നിൽക്കുക, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പക്ഷേ യഹോവ എനിക്ക് പ്രത്യക്ഷനാകും, അവൻ എന്നെ ദർശിപ്പിക്കുന്നത് ഞാൻ നിന്നോട് അറിയിക്കുമെന്ന് പറഞ്ഞു. കുതിരമേൽ കയറി ദൈവം ബിലിയാമിനെ പ്രത്യക്ഷനായി. ബിലിയാം അവനോട്, ഞാൻ 7 പീഠം ഒരുക്കി ഓരോ പീഠത്തിന്മേൽ ഓരോ കാളയും ഓരോ ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ ഒരു വചനം ബിലിയാമിൻ്റെ വാമിൽ ആക്കി കൊടുത്തു. നീ ബാലാക്കിൻ്റെ അടുക്കൽ ചെന്ന് മടങ്ങി ചെന്ന് ഇപ്രകാരം പറയണം കൽപ്പിച്ചു. അവൻ അവൻ്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനും മോവാബി പ്രഭുക്കന്മാരെല്ലാവരും ഹോമയാഗത്തിൻ്റെ അടുക്കൽ നിന്നിരുന്നു. അപ്പോൾ അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങിയത്, ബാലാക്ക് എന്നെ ആരാമിൽ നിന്നും മോവാബ് രാജാവ് പർവ്വതത്തിൽ വരുത്തി. ചെന്ന് യാക്കോബിനെ ശപിക്കുക, ചെന്ന് ഇസ്രായേലിനെ പ്രാകുക എന്ന് പറഞ്ഞു. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ എങ്ങനെ പ്രാകും? ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. യാക്കോബിൻ്റെ ധൂളിയെ ആർക്കെണ്ണാം? ഇസ്രായേലിൻ്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം? ഭക്തന്മാർ മരിക്കുമ്പോൾ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ. ബാലാക്ക് ബിലിയാമിനോട്, നീ എന്നോട് ഇത് ചെയ്തത് എന്ത്? ശത്രുക്കളെ ശപിപ്പാനല്ലോ ഞാൻ നിന്നെ വരുത്തിയത്, നീയോ അവരെ അനുഗ്രഹിക്കുക അത്രേ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ യഹോവ എൻ്റെ നാവുമേൽ തന്നത് പറവാൻ ഞാൻ ശ്രദ്ധിക്കേണ്ടായോ എന്ന് ഉത്തരം പറഞ്ഞു. ബാലാക്ക് അവനോട്, നീ അവരെ മറ്റൊരു സ്ഥലത്തു നിന്നും കാണേണ്ടതിന് എന്നോട് കൂടെ വരിക, എന്നാൽ അവരുടെ ഒരറ്റം മാത്രമല്ല എല്ലാവരെയും കാണുകയില്ല, അവിടെ നിന്ന് അവരെ ശപിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ പിസ്ഗ കൊടുമുടിയിൽ സോഫീം എന്ന മുകൾ പരിപ്പിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. 7 യാഗപീഠം പണിതു. ഓരോ പീഠത്തിന്മേലും ഓരോ കാളയെയും ഓരോ ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. പിന്നെ അവൻ ബാലാക്കിനോട്, ഇവിടെ നിന്റെ ഹോമയാഗത്തിൻ്റെ അടുക്കൽ നിൽക്കുക, ഞാൻ അങ്ങോട്ട് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. യഹോവ ബിലിയാമിന് പ്രത്യക്ഷനായി ഞാൻ അവൻ്റെ നാവുമേൽ ഒരു വചനം കൊടുത്തു. ബാലാക്കിൻ്റെ അടുക്കള മടങ്ങി ചെന്ന് പ്രകാരം പറകാന്ന് കൽപ്പിച്ചു. അവൻ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ മോവാബി പ്രഭുക്കന്മാരോട് തൻ്റെ ഹോമയാഗത്തിൻ്റെ അടുക്കൽ നിന്നിരുന്നു. അപ്പോൾ ബാലാക്ക് അവനോട്, യഹോവ എന്ത് അരുളി ചെയ്തെന്ന് ചോദിച്ചു. അവൻ സുഭാഷണം ചൊല്ലി തുടങ്ങിയത്, ബാലാക്ക് എഴുന്നേറ്റ് കേൾക്കുക, സിപ്പോരിൻ്റെ പുത്ര എനിക്ക് ചെവി തരിക. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനന്തമിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുഭവിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവമാരാണ്. അരുളി ചെയ്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിയും ദൈവമാണ്. ഇവിടെ ഇവൻ സമ്മാനം പ്രതീക്ഷയാണ് ചെന്നത് ഈ പണി ഒപ്പിക്കുന്നെങ്കിലും ആദ്യ സമയത്ത് ദൈവം പറഞ്ഞ് മാത്രം പറയുകയാണ്. അവിടെ അവന് വാസ്തവം പറഞ്ഞാണ്, നമ്മുടെ ദൈവം അവൻ അരുളി ചെയ്തൊക്കെയും നിവർത്തിപ്പാൻ ശക്തനാണ്. എന്നോട് നിന്നുള്ള വാഗ്ദത്തങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, നിങ്ങൾക്ക് ലഭിച്ച ദർശനം എന്താണെങ്കിലും അതിൻ്റെ പൂർത്തീകരണം ദൈവത്താൽ ഉളവാകുമെന്ന് നമുക്ക് ഈ വചനം വീണ്ടും ഉറപ്പ് നൽകുകയാണ്. അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്കത് മറിച്ചുകൂടാ. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ട ദർശിപ്പാനുമില്ല. അവിടെ ദൈവമായ യഹോവ അവനോടുകൂടി ഇരിക്കുന്നു. രാജകോലാഹലം അവരുടെ മധ്യമുണ്ട്. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപുതിന് തുല്യമായ ബലം അവനുണ്ട്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയില്ല. ഇപ്പോൾ യാക്കോബിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നത് പറയാവൂ. ജനം സിംഹിയെ പോലെ എഴുന്നേൽക്കുന്നു, ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുന്നു. അവൻ ഇര പിടിച്ച് തിന്നാതെയും നിഹന്മാർ രക്തം കുടിക്കാതെയും കിടക്കുകയില്ല. അപ്പോൾ ബാലാക്ക് ബിലിയാമിനോട്, അവിടെ ശപിക്കുകയും വേണ്ട, അനുഗ്രഹിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു. ബിലിയാം ബാലാക്കിനോട്, യഹോവ കൽപ്പിക്കുന്നതൊക്കെ ഞാൻ ചെയ്യും, നീ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. ബാലാക്ക് ബിലിയാമിനോട്, വരിക, ഞാൻ നിന്നെ
മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകും. അവിടെ നിന്ന് നീ എനിക്ക് വേണ്ടി അവരെ ശപിപ്പാൻ ദൈവത്തിന് പക്ഷേ സമ്മതമാകും എന്ന് പറഞ്ഞു. അങ്ങനെ ബാലാക്ക് ബിലിയാമിനെ മരുഭൂമിക്കെതിരെയുള്ള പെയോർ മലയുടെ മുകളിൽ കൊണ്ടുപോയി. ബിലിയാം ബാലാക്കിനോട്, ഇവിടെ എനിക്ക് 7 യാഗപീഠം പണിത് 7 കാളയും 7 ആട്ടുകൊറ്റനെയും ഒരുക്കി നിർത്തുക എന്ന് പറഞ്ഞു. ബിലിയാം പറഞ്ഞതുപോലെ ബാലാക്ക് ചെയ്തു. ഒരു യാഗപീഠത്തിനുമേലും 1 കാളയെയും 1 ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് യഹോവയ്ക്ക് പ്രസാദമെന്ന് ബിലിയാം കണ്ടപ്പോൾ അവൻ മുമ്പിലത്തെ പോലെ ലക്ഷണം നോക്കുവാൻ പോകാതെ മരുഭൂമിക്ക് നേരെ മുഖം തിരിച്ച് ബിലിയാം തല ഉയർത്തി ഇസ്രായേൽ ഗോത്രമായി പാർക്കുന്നത് കണ്ടു. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങിയത്. ബെയ്യോരിൻ്റെ മകനായ ബിലിയാം പറയുന്നു, കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ പറയുന്നു, ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, സർവശക്തിൻ്റെ ദർശനം ദർശിക്കുന്നവൻ, വീഴുമ്പോൾ കണ്ണ് തുറന്നിരിക്കുന്നവൻ പറയുന്നത്, യാക്കോബിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. താഴ്വര പോലെ അവ പരന്നിരിക്കുന്നു. നദീതീരത്തെ ഉദ്യാനങ്ങളെ പോലെ, യഹോവ നട്ടിരിക്കുന്ന ചന്ദനവൃക്ഷങ്ങൾ പോലെ, ജലാന്തികയുള്ള ദേവദാരുക്കൾ പോലെ തന്നെ. അവൻ്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. അവൻ്റെ വിത്തിന് വെള്ളം ധാരാളം. അവൻ്റെ അരജൻ ആകാകലും ശ്രേഷ്ഠൻ. അവൻ്റെ രാജ്യത്വം ഉന്നതം തന്നെ. ദൈവം എന്നെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ശത്രുജാതികളെ അവൻ തിന്നുകളയുന്നു. അവരുടെ അസ്ഥികളെ അവൻ തകർക്കുന്നു. അസ്ത്രമേതവരെ തുളയ്ക്കുന്നു. അവൻ സിംഹം പോലെ പതുങ്ങിക്കിടക്കുന്നു. ഒരു സിംഹി കണക്കെ തന്നെ. ആർ അവനെ ഉണർത്തും? നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ ബാലാക്കിൻ്റെ കോപം ബിലിയാമിൻ്റെ നേരെ ജ്വലിച്ചു. അവൻ കൈ ഞെരിച്ച് ബിലിയാമിനോട്, ശത്രുക്കളെ ശപിപ്പാൻ ഞാൻ നിന്നെ വിളിപ്പിച്ചു. നീയോ ഇവരെ 3 പ്രാവശ്യവും ആശീർവദിക്കത്ര ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിന്റെ സ്ഥലത്തേക്ക് ഓടിപ്പോകാം. നിന്നെ ഏറ്റവും ബഹുമാനിപ്പാൻ ഞാൻ വിചാരിച്ചിരുന്നു. എന്നാൽ യഹോവ നിനക്ക് ബഹുമാനം മുടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, ഇവിടെ മനുഷ്യൻ പറഞ്ഞോ, ഞാൻ നിന്നെ സഹായിക്കാൻ ആഗ്രഹിച്ച, പക്ഷേ ദൈവം ചെയ്തിരിക്കുകയാണ്, ബഹുമാനം മുടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ബിലിയാം ബാലാക്കിനോട് പറഞ്ഞു, ബാലാക്ക് തന്റെ ഗൃഹം നിറച്ച് വെള്ളിയും മുന്നും തന്നാലും യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഗുണമെങ്കിൽ ദോഷമനുസരിച്ച് സ്വമേധയമായി ചെയ്യുവാൻ കഴിയുന്നതല്ല. യഹോവ അരുളി ചെയ്തത് മാത്രമേ ഞാൻ പറയുള്ളൂ. നിന്റെ അടുക്കൽ നീ അയച്ച ദൂതന്മാരുടെ പറഞ്ഞില്ലയോ? ഇപ്പോൾ ഇതാ ഞാൻ എൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നു. വരിക, ഭാവി കാലത്ത് ജനം നിന്റെ ജനത്തോട് എന്ത് ചെയ്യുമെന്ന് ഞാൻ നിന്നെ അറിയിക്കാം. പിന്നെ അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങിയത് എന്തെന്നാൽ, ബെയ്യോരിൻ്റെ മകൻ ബിലിയാം പറയുന്നു, കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ പറയുന്നു, ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, അത്യുന്നതിൻ്റെ പരിജ്ഞാനം പ്രാപിച്ചവൻ, സർവശക്തിയുടെ ദർശനം ദർശിക്കുന്നവൻ, വീഴുമ്പോൾ കണ്ണ് തുറന്നിരിക്കുന്നവൻ പറയുന്നത്, ഞാൻ അവനെ കാണും, ഇപ്പോൾ അല്ലതാനും, ഞാൻ അവനെ ദർശിക്കും, അടുത്തല്ലതാനും. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ചെങ്കോൽ വീരും, അത് മോവാബിൻ്റെ പാർശ്വങ്ങളെയെല്ലാം തകർക്കും. തുമ്മൂലപുത്രന്മാരെയും ഒക്കെയും സംഭരിക്കുകയും ചെയ്യും. ഏതോം ഒരു അധീനദേശമാകും, ശത്രുവായ സേയിരും അധീനദേശമാകും. ഇസ്രായേലോ വീര്യം പ്രവർത്തിക്കും. യാക്കോബിൽ നിന്ന് ഒരുത്തൻ ഭരിക്കും, ഒഴിഞ്ഞുപോയവരെ അവൻ നഗരത്തിൽ നിന്ന് നശിപ്പിക്കും. അവൻ അമാലേക്കിനോട് നോക്കി സുഭാഷിതം ചൊല്ലിയത്, അമാലേക്ക് ജാതികളിൽ മുമ്പൻ, അവൻ്റെ അവസാനമോ നാശമത്രേ. അവൻ കേന്യരെ നോക്കി സുഭാഷിതം ചൊല്ലിയത്, ഇത് നിവാസം ഉറപ്പുള്ളത്, എൻ്റെ കൂട് പാറയിൽ വച്ചിരിക്കുന്നു. എങ്കിലും കെന്യന് നിർമ്മനാശം സംഭവിക്കും. അശൂർദിനെ പിടിച്ചു കൊണ്ടുപോകാൻ ഇനി എത്ര. പിന്നെ അവൻ സുഭാഷിതം ചൊല്ലിയത്, ഹാ, ദൈവം ഇത് നിവർത്തിക്കുമ്പോൾ ആർ ജീവിച്ചിരിക്കും? കിത്തീം തീരത്തു നിന്ന് കപ്പലുകൾ വരും, അശൂരിനെ താഴ്ത്തും, എബേരിനെയും താഴ്ത്തും, അവനും നിർമ്മലനാശം ഭവിക്കും. അതിനുശേഷം ബിലിയാം പുറപ്പെട്ട് തൻ്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. ബാലാക്കും തൻ്റെ വഴിക്ക് പോയി. എന്താ സംഭവിച്ചത്? ദൈവം അനുഗ്രഹിക്കുവാൻ തുടങ്ങുന്നവനെ മറ്റാർക്കും ശപിക്കാൻ കഴിയില്ല. മറുവശത്താണ്, ദൈവം ശപിച്ചാൽ അവനെ എവിടെയെല്ലാം മരുന്നെല്ലാം ചെയ്താലും അവനെ അനുഗ്രഹം പ്രാപിക്കാനും കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. നമ്മൾ അടുത്ത് 25-ാം അധ്യായത്തിൽ വരികയാണ്. 25-ാം അധ്യായത്തിൽ ബിലിയാമിൻ്റെ വഞ്ചന എന്നാണ് മതപണ്ഡിതന്മാരുടെ ഭാഗത്ത് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വാക്യം വായിക്കാം. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ് സ്ത്രീകളുമായി പരസ്യം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽ പെയോരോട് ചേർന്നു. യഹോയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. യഹോവ മോശയോട് ജനത്തിൻ്റെ തലവന്മാരൊക്കെയും കൂട്ടി യഹോവയുടെ ഉഗ്രകോപം ഇസ്രായേലിനെ വിട്ടുമാറണമെന്ന് അവരെ യഹോവയുടെ മുമ്പാകെ പരസ്യമായി തൂക്കി കളകാതെ കൽപ്പിച്ചു. മോശ ഇസ്രായേൽ ന്യായവന്മാരോട്, ഓരോരുത്തരും താന്താൻ്റെ ആളുകളിൽ ബാൽ പെയോരിനോട് ചേർന്നവരെ കൊല്ലുവീൻ എന്ന് പറഞ്ഞു. എന്നാൽ മോശയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ടിരുന്നു. ഇരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാണുകെ ഒരു ഇസ്രായേലിയൻ തൻ്റെ സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിദ്യാന സ്ത്രീയെ കൊണ്ടുവന്നു. അഹ്റോൻ പുരോഹിതൻ്റെ മകൻ എലെയാസാരിൻ്റെ മകൻ ഫിനെഹാസ് അത് കണ്ടപ്പോൾ സഭയുടെ മധ്യത്തിൽ നിന്ന് എഴുന്നേറ്റ് കയ്യിലൊരു കുന്തമെടുത്ത്
ആ ഇസ്രായേലിൻ്റെ പിന്നാലെ അന്തപുരത്തിൽ ചെന്ന് ഇരുവരെയും ആ ഇസ്രായേലിനെയും ആ സ്ത്രീയെയും തന്നെ അവൾ ഉദരം തുളയും വരെ കൊണ്ട് കുത്തി. അപ്പോൾ ബാധ ഇസ്രായേൽ മക്കളെ വിട്ടുമാറി. ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേർ. പിന്നെ യഹോവ മോശയുടെ അരുളി ചെയ്തത്, ഞാൻ എൻ്റെ തീക്ഷ്ണതയിൽ ഇസ്രായേൽ മക്കളെ സംഹരിക്കാതിരിക്കണന് ഖുരൻ പുരോഹിതൻ്റെ മകനായ എലേസാരിൻ്റെ മകൻ ഫിനെഹാസ് അവരുടെ ഇടയിൽ എനിക്ക് വേണ്ടി തീക്ഷ്ണതയുള്ളവനായ എൻ്റെ ക്രോധം ഇസ്രായേൽ മക്കളെ വിട്ടുപോകുമാറാക്കിയിരിക്കുന്നു. ആകയാൽ ഇതാ ഞാൻ അവനെൻ്റെ സമാധാന നിയമം കൊടുക്കുന്നു. അവൻ തന്നെ ദൈവത്തിന് വേണ്ടി തീക്ഷ്ണമുള്ളവനായി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചതുകൊണ്ട് അത് അവനും അവൻ്റെ സന്തതിക്കും നിത്യപൗരോഹിത്യത്തിൻ്റെ നിയമമാകുന്നു എന്ന് നീ പറയണം. മിദ്യാൻ സ്ത്രീയോട് കൂടെ കൊന്ന ഇസ്രായേലിന് സെമ്രി എന്നു പേർ. അവൻ ശെമിയോൻ ഗോത്രത്തിൽ ഒരു പ്രഭുവായ സാലുവിൻ്റെ മകനായിരുന്നു. കൊല്ലപ്പെട്ട മിദ്യാൻ സ്ത്രീക്ക് കൊസ്ബി എന്നു പേർ. അവൾ ഒരു മിദ്യാന ഗോത്രത്തിൽ ജനാധിപനായിരുന്ന സൂര്യൻ്റെ മകളായിരുന്നു. പെയ്യോറിൻ്റെ സംഗതിയാലും പെയ്യോർ നിമിത്തമുണ്ടായ ബാധയുടെ നാളിൽ കൊല്ലപ്പെട്ട ഉള്ള സഹോദരിയായ മിദ്യാന പ്രഭുവിൻ്റെ മകൾ കിസ്ബിയുടെ സംഗതിയാലും മിദ്യാനർ തങ്ങളെ ചതിച്ചു ഭയങ്ങൾ വലിച്ചിരിക്കൊണ്ട് നിങ്ങൾ അവരെ വലച്ച് സംഹരിപ്പിന് യഹോവ മോശ കൽപ്പിച്ചു അരുളി ചെയ്തു. 26 അധ്യായമാണ്. 26 അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് രണ്ടാമതെയുള്ള ജനസംഖ്യ എടുപ്പാണ്. 26-1 മുതൽ അതിൻ്റെ അവസാനത്തെ വാക്യം വരെ രണ്ടാമത്തെ ജനസംഖ്യ എടുത്തതാണ്. ഓരോ ഗോത്രങ്ങളെയും ആളുകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ സെക്ഷൻ ചിന്തിച്ച പോലെ എണ്ണമെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ 12,000 ജനങ്ങളിൽ നിന്ന് ഏകദേശം ആളുകൾ കുറവാണ് സംഭവിച്ചത്. നമ്മൾ 26 അധ്യായത്തെ ഈ വിഷയം മാത്രമുള്ളതിൻ്റെ പേരിൽ നമ്മൾ പതുക്കെ ആ അധ്യായത്തെ വായിക്കാൻ വിടുകയാണ്. ജനസംഖ്യ എടുപ്പാണ് ഉള്ളത്. അത് നമുക്കറിയാം. ഒന്നാമത്തെ കണക്കെടുപ്പിനേക്കാൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവരുടെ ഇടയിൽ വർധനമാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ ദൈവത്തെ ഭയപ്പെടാതെ ജീവിച്ചതിൻ്റെ പേരിൽ ദൈവത്തിന് കോപമുണ്ടായി. അങ്ങനെ ജനത്തിൽ കുറേ പേര് മരുഭൂമിയിൽ പട്ടുപോകാൻ ഇടയായിത്തീർന്നു എന്നുള്ളതാണ് ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട വിഷയം. ഓക്കെ. മാത്രമല്ല നമ്മൾ 26-ന്റെ അവസാനത്തെ വാക്യം 63 വാക്യം പഠിക്കുമ്പോൾ യഹോവയുടെ സമയത്ത് യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനായ എലിയാസറും എണ്ണിയവർ ഇവർ തന്നെ. എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും സിനായ് മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവർ എണ്ണിയവരിൽ ഒരുത്തനും ഇവരെ കൂടുതലുണ്ടായിരുന്നില്ല. അന്ന് 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിദ്വസനതരായ 6 ലക്ഷത്തിലധികം പേരെ എണ്ണിയിട്ട് ആ എണ്ണിയവരാരും ഇപ്പോൾ ഇവിടെ ഇതിൽ കൂടുതലില്ലാതായി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? അവരൊക്കെ ഒരുപിനാൽ പട്ടുകൊണ്ടിടയായിത്തീർന്നു. അവർ മരുഭൂമിയിൽ വെച്ച് മരിച്ചു പോകുമെന്ന് യഹോവ അവരെ കുറിച്ച് അരുളി ചെയ്തിരുന്നു. യെഫുന്നയുടെ മകൻ കാലേബും നൂൻ്റെ മകൻ യോശുവയും ഒഴികെ അവർ ഒരുത്തനും ശേഷിച്ചില്ല. വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്തദേശത്തേക്ക് വിളിച്ചു കൊണ്ടുപോയവരാണ്. പക്ഷേ പ്രവേശനം കഴിയാത്തതിൻ്റെ മറുതലിപ്പ് കാരണം വാഗ്ദത്തദേശത്ത് പ്രവേശിക്കാൻ കഴിയാതെ അവരെ വഴിയിൽ പെട്ടുപോയി. നമ്മൾ 27-ാം അധ്യായത്തിൽ പ്രവേശിക്കുകയാണ്. 27-ാം അധ്യായത്തിലെ പെൺമക്കളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ളതായ വിവരണമാണ്. 27-ാം അധ്യായത്തിലെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത് പെൺമക്കളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. 12 മുതൽ 23 വരെ കാണുന്നത് മോശയുടെ പിൻഗാമിയായ യോശുവയുടെ വരവാണ്. വായിക്കാം. അനന്തരം യോസഫിൻ്റെ മകനായ മനശ്ശയുടെ കുടുംബങ്ങളിൽ നിന്ന് മനശ്ശയുടെ മകനായ മാഖീരിൻ്റെ മകനായ ഗിലെയാദിൻ്റെ മകനായ ഹേഫേരിൻ്റെ മകനായ സെലോഫാഹദിൻ്റെ പുത്രിമാർ അടുത്തു വന്നു. അവൻ്റെ പുത്രിമാർ മഹ്ള, നോവ, ഹൊഗ്ള, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ സമാന കൂടാരത്തിൻ്റെ വാതിക്കൽ മോശയുടെയും എലിയാസാർ പുരോഹിതൻ്റെയും പ്രഭുക്കന്മാരുടെയും സർവ്വസഭയുടെയും ഭാഗം നിന്നു. പറഞ്ഞത് എന്തെന്നാൽ ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരഹിനോട് കൂടിയവരുടെ കൂട്ടത്തിൽ ചേർന്നിരുന്നില്ല. അവൻ സ്വന്തം പാപത്താലത്തിലെ മരിച്ചത്. അവന് പുത്രന്മാരുണ്ടായിരുന്നുമില്ല. ഞങ്ങളുടെ അപ്പന് മകനില്ലായകൊണ്ട് അവൻ്റെ പേർ കുടുംബത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നത് എന്ത്? അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കൊരു അവകാശം തരണം. മോശ അവരുടെ കാര്യം യഹോവയുടെ ഭാഗം വെച്ചു. യഹോവ മോശയുടെ അരുളി ചെയ്തത് സെലോഫാഹദിൻ്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. അവരുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്കൊരു അവകാശം കൊടുക്കണം. അവരുടെ അപ്പൻ്റെ അവകാശം അവർക്ക് കൊടുക്കണം. ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്നാൽ ഒരുത്തൻ മകനില്ലാതെ മരിച്ചാൽ അവൻ്റെ അവകാശം അവൻ്റെ മക്കൾക്ക് കൊടുക്കണം, മകൾക്ക് കൊടുക്കണം. അവന് മകൾ ഇല്ലാതിരുന്നാൽ അവൻ്റെ അവകാശം അവൻ്റെ സഹോദരന്മാർക്ക് കൊടുക്കണം.
അവന് സഹോദരന്മാരില്ലാതിരുന്നാൽ അവൻ്റെ അവകാശം അവൻ്റെ അപ്പൻ്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവൻ്റെ അപ്പൻ്റെ സഹോദരന്മാരില്ലാതിരുന്നാൽ നിങ്ങൾ അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ അടുത്ത ചാർച്ചക്കാരായ അവൻ്റെ അവകാശം കൊടുക്കണം, അവനത് കൈവശമാക്കണം. ഇത് യഹോവ മോശയോട് കൽപ്പിച്ച പോലെ ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണമായിരിക്കണം. അതായിരുന്നു ആ സഹോദരിമാരുടെ അവകാശത്തിന് വേണ്ടിയുള്ള വാദവും അതിനുള്ള അനുകൂലമായ മറുപടിയുമാണ് അത് കാണുന്നത്. 12 വീണ്ടും കാണുമ്പോൾ യോശുവയെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. അനന്തരം യഹോവ മോശയോട് ഏൽപ്പിച്ചത്, ഈ അഭാര്യം മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശം നോക്കുക. അത് കണ്ട ശേഷം നിന്റെ സഹോദരനായ അഹ്റോനെ പോലെ നീയും നിന്റെ ജനത്തോട് ചേരും. സഭയുടെ കലഹത്തെങ്കിൽ നിങ്ങൾ സീൻ മരുഭൂമിയിൽ വെച്ച് അവർ കാണുക വെള്ളത്തിൻ്റെ കാര്യത്തിൽ എന്നെ ശുദ്ധീകരിക്കാതെ എൻ്റെ കൽപ്പനയെ മറത്തത് കൊണ്ട് തന്നെ. കണ്ടോ, ഈ ജനത്തെ നയിച്ച മോശ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ആ വാഗ്ദേശം ദൂരെ നിന്ന് കാണാൻ മാത്രമേ അവസരം കിട്ടുകയുള്ളൂ. ചെറിയൊരു അനുസരണക്കേട് എത്ര വലിയ നഷ്ടം വരുത്തുമെന്ന് ചിന്തിക്കുക. അപ്പോൾ യഹോവയോട് സഭയുടെ ഇന്നത്തെ ആളുകളെ പോലെ ആകാതിരിപ്പാൻ തക്കവണ്ണം അവർക്ക് മുമ്പായി പോകുവാനും അവർക്ക് മുമ്പായി വരുവാനും അവരെ പുറത്തു കൊണ്ടുപോകുവാനും അകത്തു കൊണ്ടുവരുവാനും സലയിടത്തിൻ്റെയും ആത്മക്കളുടെ ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. യഹോവ മോശയോട് ഏൽപ്പിച്ചത്, എൻ്റെ ആത്മാവുള്ള ഒരു പുരുഷനായ നൂൻ്റെ മകനായ യോശുവയെ വിളിച്ച് അവൻ്റെ മേൽ കൈവച്ച് അവൻ്റെ പുരോഹിതനായ എലയാസാറിൻ്റെയും സർവ്വസഭയുടെയും ഭാഗം നിർത്തി അവർക്കാണെങ്കിൽ അവന് ആജ്ഞ കൊടുക്കുക. ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം അനുസരിക്കേണ്ടതിന് നിന്റെ മഹിമയിൽ ഒരു അംശം അവൻ്റെ മേൽ വയ്ക്കണം. അവൻ പുരോഹിതനായ എലയാസാറിൻ്റെ മുമ്പാകെ നിൽക്കണം. അവന് വേണ്ടി യഹോവയുടെ സന്നിധിയിൽ ഊരിയും മുഖാന്തരം അരുളപ്പാട് ചോദിക്കണം. അവനും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും അവൻ്റെ വാക്ക് പ്രകാരം പോവുകയും വാക്ക് പ്രകാരം വരികയും വേണം. യഹോവയോട് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. അവൻ യോശുവയെ വിളിച്ച് പുരോഹിതനായ എലയാസാറിൻ്റെയും സർവ്വസഭയുടെ മുമ്പാകെ നിർത്തി അവൻ്റെ മേൽ കൈവച്ച് യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ അവന് ആജ്ഞ കൊടുത്തു. എനിക്ക് കൊടുത്ത് നയിച്ചതായ മോശയുടെ അന്ത്യസമയമാകുന്നു എന്ന് ദൈവം അറിയിപ്പ് കൊടുത്തപ്പോടെ പകരമായിട്ട് ഒരു യോശുവയെ ഇതാ അവിടെ കൊണ്ടുവരികയാണ്. പലപ്പോഴും ഇന്നത്തെ ദിവസങ്ങളിൽ ഒരു ചെറിയ ഗതികേട് എന്നുള്ളത് അവരുടെ ദൗത്യം ഏറ്റെടുക്കാനായിട്ട് മറ്റൊരാളെ അവർ വളർത്തിക്കൊണ്ടുവരികയില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ നേതാക്കന്മാരായിരിക്കുമ്പോൾ നമ്മുടെ തലമുറ കഴിഞ്ഞാൽ വരുന്ന തലമുറയിലേക്ക് ഈ സഭയെ നയിക്കേണ്ടതിനായിട്ട് കർത്താവിൻ്റെ പരിതാമസിച്ച സഭ നയിക്കേണ്ടതിനായിട്ട് ചിലരെ വളർത്തിക്കൊണ്ടുള്ളത് നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള സൗരസാരന്മാരെ അടുത്ത നേതൃത്വ നിരയിലേക്ക് അവർ വളർന്നു വന്നാൽ നമ്മൾ ദ്രോഹിക്കുമെന്ന് ചിന്തിച്ച് ഒതുക്കി കളയരുത്. അവർ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ സഹായിക്കാം. 28-ാം അധ്യായം പഠിക്കാം. 28-ാം അധ്യായം മുതൽ 30-ാം അധ്യായം വരെ വഴിപാടുകളെക്കുറിച്ചും നേർച്ചകളെക്കുറിച്ചുള്ള വിവരണമാണ്. എങ്കിലും 28-ാം അധ്യായം തുടങ്ങാം. അപ്പോൾ പിന്നെയും മോശയോട് അരുളിച്ചത്, എനിക്ക് സൗരഭിവാസനയായ ദഹനയാഗങ്ങൾക്കുള്ള എൻ്റെ ഭോജനയാഗമായ വഴിപാട് തക്ക സമയത്ത് എനിക്ക് അർപ്പിക്കണമെന്ന് ജാഗ്രതയായിരിക്കാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കണം. തക്ക സമയത്ത് അർപ്പിക്കുക, അതിന് ജാഗ്രതയായിരിക്കുക. നിങ്ങളോട് പറയേണ്ടത്, ഞാൻ നിങ്ങൾ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടത് ദഹനയാഗം എന്തെന്നാൽ നാൾതോറും നിരന്തര ഹോമയാഗത്തിനായി 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 2 കുഞ്ഞാട്, ഒരു കുഞ്ഞാടിനെ രാവിലെയും മറ്റേ കുഞ്ഞാടിനെ വൈകുന്നേരത്തും യാഗം കഴിക്കണം. ഇടിച്ചെടുത്ത എണ്ണ 1/4 ഹിൻ ചേർത്ത ഒരിടങ്ങഴി മാവ് ഭോജനയാഗമായും അർപ്പിക്കണം. യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി സീനായ പർവ്വതത്തിൽ വെച്ച് നിർമ്മിക്കപ്പെട്ട നിരന്തര ഹോമയാഗം. അതിൻ്റെ പാനീയയാഗം കുഞ്ഞാട് 1/4 ഹിൻ മദ്യമായിരിക്കണം. അത് യഹോവയ്ക്ക് പാനീയയാഗമായി വിശുദ്ധ മന്ദിരത്തിൽ ഒഴിക്കണം. മറ്റേ കുഞ്ഞാടിന് വൈകുന്നേരത്ത് യാഗം കഴിക്കണം. അതിന് രാവിലത്തെ ഭോജനയാഗവും അതിൻ്റെ പാനീയയാഗവും പോലെ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി അർപ്പിക്കണം. ശബ്ദനാളിലോ 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു കുഞ്ഞാടിനെയും 2 കുഞ്ഞാടിനെയും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത 2 ഇടങ്ങഴി മാവും അതിൻ്റെ പാനീയയാഗവും അർപ്പിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ പാനീയയാഗത്തിനും പുറമെ ഇത് ശബ്ദത്തോറുമുള്ള ഹോമയാഗം. നിങ്ങളുടെ മാസാരംഭങ്ങളിൽ നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗത്തിനായി 2 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 7 കുഞ്ഞാടിനെയും കാള 1 ഭോജനയാഗമായി എണ്ണ ചേർത്ത 3 ഇടങ്ങഴി മാവും ആട്ടുകൊറ്റനു ഭോജനയാഗമായി എണ്ണ ചേർത്ത 2 ഇടങ്ങഴി മാവും കുഞ്ഞാട് 1 ഭോജനയാഗമായി എണ്ണ ചേർത്ത 1 ഇടങ്ങഴി മാവും അർപ്പിക്കണം. അത് ഹോമയാഗം, യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം തന്നെ. അവരുടെ പാനീയയാഗം കാള 1 1/2 ഹീൻ വീഞ്ഞും ആട്ടുകൊറ്റന് ഹീനിൻ്റെ 1 കുഞ്ഞാട് 1 1/4 ഹീനുമായിരിക്കണം. ഇത് മാസാന്തരം അമാവാസി തോറുമുള്ള ഹോമയാഗം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ പാനീയയാഗത്തിനും പുറമെ പാപയാഗമായ യഹോവയ്ക്ക് ഒരു കോലാട്ടുകൊറ്റനെയും അർപ്പിക്കണം. 1-ാം മാസം 14-ാം തീയതി യഹോവയുടെ പെസഹയാകുന്നു. ആ മാസം 15-ാം തീയതി മുതൽ 15-ാം തീയതി പെരുന്നാളായിരിക്കണം. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം.
ഒന്നാം ദിവസം വിശുദ്ധ സഭായോഗം കൂടെയാണ്. സാമാന്യ വേലയൊന്നും ചെയ്യരുത്. എന്നാൽ നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗത്തിനായി 2 കാളക്കിടാവിനെയും ഒരു ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള 7 കുഞ്ഞാടിനെയും ദഹനയാഗമായി അർപ്പിക്കണം. അവ ഊനമില്ലാത്തവ ആയിരിക്കണം. അവയുടെ ഭോജനയാഗം എണ്ണ ചേർത്ത മാവ് ആയിരിക്കണം. കാള 1-ന് 3 ഇടങ്ങഴിയും ആട്ടുകൊറ്റന് 2 ഇടങ്ങഴിയും 7 കുഞ്ഞാട്ടിന് ഓരോ ഇടങ്ങഴിയും അർപ്പിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ പാപയാഗത്തിനായി 1 കോലാട്ടിനെയും അർപ്പിക്കണം. നിരന്തര ഹോമയാഗമായ രാവിലത്തെ ഹോമയാഗത്തിന് പുറമെ ഇവ അർപ്പിക്കണം. ഇങ്ങനെ 7 നാളും യഹോവയ്ക്ക് സൗരഭവാസനയായി ദഹനയാഗത്തിൻ്റെ ഭോജനവും ദിവസം പ്രതി അർപ്പിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ പാനീയാഗത്തിനും പുറമെ ഇത് അർപ്പിക്കണം. 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. വാരോത്സവമായ ആദ്യവേല ദിവസത്തിൽ പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം കൊണ്ടുവരുമ്പോഴും വിശുദ്ധ സഭായോഗം കൂടണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. എന്നാൽ നിങ്ങൾ യഹോവയ്ക്ക് സൗരഭവാസനയായ ഹോമയാഗത്തിനായി 2 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള 7 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗമായി എണ്ണ ചേർത്ത മാവ് കാള 1-ന് ഇടങ്ങഴി 3 ആട്ടുകൊറ്റന് ഇടങ്ങഴിയും 2 7 കുഞ്ഞാട്ടിന് ഓരോന്നിന് ഇടങ്ങഴി ഓരോന്നും നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ 1 കുലാട്ടുകൊറ്റനും വേണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും അവയുടെ പാനീയാഗത്തിനും പുറമെ നിങ്ങൾ ഇവ അർപ്പിക്കണം. അവ ഊനമില്ലാത്തവ ആയിരിക്കണം. 29-ാം അധ്യായം നോക്കുമ്പോൾ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ, വഴിപാട് നേർച്ചകളുള്ള വിവരണം തന്നെയാണ് അവിടെയും കാണുന്നത്. ഒന്ന് ഓടിച്ച് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 7-ാം മാസം 1-ാം തീയതി വിശുദ്ധ സഭായോഗം കൂടെയാണ്. അന്ന് സാമാന്യ വിലയൊന്നും ചെയ്യരുത്. അത് നിങ്ങൾക്ക് ആഹ്ലാദോത്സവമാകുന്നു. അന്ന് നിങ്ങൾ യഹോവയ്ക്ക് സൗരഭവാസനയായ ഹോമയാഗമായി 1 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 7 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗം എണ്ണ ചേർത്ത മാവ് കാളയ്ക്ക് ഇടങ്ങഴി 3 ആട്ടുകൊറ്റന് ഇടങ്ങഴി 2 7 കുഞ്ഞാട്ടിന് ഓരോന്നിന് ഇടങ്ങഴി ഓരോന്നുമായിരിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനും വേണം. അമാവാസിയിലെ ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും നാൾതോറുമുള്ള ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും അവയ്ക്ക് നിയമപ്രകാരമുള്ള പാനീയാഗങ്ങൾക്കും പുറമെ യഹോവയ്ക്ക് സൗരഭവാസനയായ ദഹനയാഗമായി തന്നെ. 7-ാം മാസം 10-ാം തീയതി വിശുദ്ധ സഭായോഗം കൂടെയാണ്. അന്ന് നിങ്ങൾ ആത്മദമനം ചെയ്യണം. വേലയൊന്നും ചെയ്യരുത്. എന്നാൽ യഹോവയ്ക്ക് സുഗന്ധവാസനയായ ഹോമയാഗമായി 1 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള 7 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവ ഊനമില്ലാത്തതായിരിക്കണം. അവയുടെ ഭോജനയാഗം എണ്ണ ചേർത്ത മാവ് കാളയ്ക്ക് ഇടങ്ങഴി 3 ആട്ടുകൊറ്റന് ഇടങ്ങഴി 2 7 കുഞ്ഞാട്ടിനും ഓരോന്നിനും ഇടങ്ങഴി ഓരോന്നും ആയിരിക്കണം. പ്രായശ്ചിത്തയാഗത്തിനും നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായ 1 കോലാട്ടുകൊറ്റനും വേണം. 7-ാം മാസം 15-ാം തീയതി വിശുദ്ധ സഭായോഗം കൂടെയാണ്. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. 7 ദിവസം യഹോവയ്ക്ക് ഉത്സവം ആചരിക്കണം. നിങ്ങൾ യഹോവയ്ക്ക് സൗരഭവാസനയായ ദഹനയാഗമായി 13 കാളക്കിടാവിനെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള 14 കുഞ്ഞാടിനെയും ഹോമയാഗം കഴിക്കണം. അവ ഊനമില്ലാത്തവ ആയിരിക്കണം. അവയുടെ ഭോജനയാഗം 13 കാളയിൽ ഓരോന്നിനും എണ്ണ ചേർത്ത മാവ് ഇടങ്ങഴി 3 2 ആട്ടുകൊറ്റനിൽ ഓരോന്നിനും ഇടങ്ങഴി 2 14 കുഞ്ഞാട്ടിൽ ഓരോന്നിനും ഇടങ്ങഴി ഓരോന്നും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും അതിൻ്റെ പാനീയങ്ങൾക്കും പുറമെ പാപയാഗത്തിനായ 1 കോലാട്ടുകൊറ്റനെയും വേണം. 2-ാം ദിവസം നിങ്ങൾ 12 കാളക്കിടാവിനെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 14 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റനെയും വേണം. 3-ാം ദിവസം 11 കാളയെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 14 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായ 1 കോലാട്ടുകൊറ്റനും വേണം. 4-ാം ദിവസം 10 കാളയെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 14 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായ 1 കോലാട്ടുകൊറ്റനും വേണം. 5-ാം ദിവസം 9 കാളയെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 14 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയും ആയിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയാഗങ്ങൾക്കും പുറമെ
പാപയാത്രനായ ഒരു കോലാട്ടുകൊറ്റനെയും വേണം. 6-ാം ദിവസം 8 കാളയെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഒന്നുമില്ലാത്ത 14 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയുമായിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റനെയും വേണം. 7-ാം ദിവസം 7 കാളയെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഒന്നുമില്ലാത്ത 14 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയുമായിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായ ഒരു കോലാട്ടുകൊറ്റനെയും വേണം. 8-ാം ദിവസം നിങ്ങൾക്ക് അന്ത്യയോഗമുണ്ടാകണം. അന്ന് സാമാന്യ വിലയൊന്നും ചെയ്യരുത്. എന്നാൽ യഹോവയ്ക്ക് സൗരഭിവാസിനിയായ ദഹനയാഗമായി ഒരു കാളയെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഒന്നുമില്ലാത്ത 7 കുഞ്ഞാടിനെയും ഹോമയാഗം കഴിക്കണം. അവയുടെ ഭോജനയാഗവും പാനീയാഗങ്ങളും കാള, ആട്ടുകൊറ്റൻ, കുഞ്ഞാട് എന്നിവയുടെ എണ്ണം പോലെയും നിയമം പോലെയുമായിരിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും പാനീയാഗങ്ങൾക്കും പുറമെ പാപയാഗത്തിനായിട്ടൊരു കോലാട്ടുകൊറ്റനെയും വേണം. ഇവയെ നിങ്ങൾ നിങ്ങളുടെ നേർച്ചകളും സ്വമേധദാനങ്ങളുമായി ഹോമയാഗങ്ങൾക്കും ഭോജനയാഗങ്ങൾക്കും പാനീയങ്ങൾക്കും പുറമെ നിങ്ങളുടെ ഉത്സവങ്ങളിൽ യഹോവയ്ക്ക് അർപ്പിക്കണം. യഹോവ മോശയോട് കൽപ്പിച്ചതൊക്കെയും മോശ ഇസ്രായേൽ മക്കളോട് അറിയിച്ചു. സത്യത്തിൽ ആ കാലഘട്ടത്തിലെ ജനം ഒരു അരങ്ങൾ കടന്നു പോകുമ്പോൾ വളരെ ചിലവുകളുണ്ടായിരുന്നു. എന്നാൽ ഈ തലമുറയിൽ നമുക്ക് സ്തുതിയും സ്വർഗ്ഗവും നമ്മുടെ വാഗുകൊണ്ട് അർപ്പിച്ചാൽ അതിലും പ്രസാദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിൽ പോലും പിശുക്ക് കാണിക്കുക. പ്രിയപ്പെട്ട ദൈവത്തിന് പ്രാപിച്ച നമ്മൾക്ക് അനുസൃതമായി നന്നുള്ളവരായ ദൈവത്തെ സേവിപ്പാൻ തന്മാത്ര അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗ്ഗീയ പിതാവേ തന്ന സെക്ഷനായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വിളിച്ച് വർദ്ധിച്ച് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വെടിവെച്ച് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തന്ന എല്ലാ കൃപകൾക്കുമായി താളന്തുകൾക്കുമായിട്ട് ആയുസ്സിനായി ആരോഗ്യത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എല്ലാ നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ നന്ദിയുള്ളവരായി ഇതിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്താനായിട്ട് നമ്മൾ പഠിക്കുന്ന ഇസ്രായേൽ ആലയിൽ കടന്നു പോകുമ്പോൾ ഒരുപാട് യാഗവസ്തുക്കളും കർത്താവെ വഴിപാടുകളെ കൊണ്ടുപോകുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള. പുതിയ നിയമത്തിലെ അതാർപ്പണമെന്ന സ്തോത്രം അർപ്പിച്ച് ഇതിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയാൽ എന്നെ മനസ്സിലാക്കി നമുക്ക് നന്ദി കാണിച്ച് ജീവിപ്പാൻ കൃപ നൽകപ്പെടുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവരായി സേവിപ്പം കർത്താവ് സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ വിട്ടുപോടുന്ന ഒരു മാർഗമല്ല, അവിടെ ചേർന്ന് നിൽപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകപ്പെടുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ പുറമെ അനുസരിപ്പാൻ നമുക്ക് അതിന് അനുഗ്രഹം പ്രാപിപ്പാൻ നിങ്ങൾ അധികമായി സഹായിക്കണം. എടുത്താൽ ഞങ്ങൾ ഓരോ വചനം പഠിക്കുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിനോട് കൂടുതൽ അടുപ്പിക്കാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സെക്ഷനിൽ പങ്കെടുത്ത് നിങ്ങൾ നന്ദി പറയുന്നു. നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. ഒരു താമസം അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നമ്മെ സൂക്ഷിപ്പാനായിട്ട് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. സഹകരണത്തിന് പ്രോത്സാഹനം നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.